കൂട്ടുകാരെ നമ്മളിപ്പോൾ ഉള്ളതേ എടപ്പാള് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇവിടെ ഒരു അടിപൊളി ഓണാഘോഷ പരിപാടിക്ക് ഭാഗമാകാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. നമ്മളെ കൂടെ നല്ല അടിപൊളി ഒരു ടീമും കൂടി ഉണ്ട്. ജോഷേട്ടാ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഇവിടെ അടിപൊളി ഓണാഘോഷല്ലേ, അടിപൊളി ഓണാഘോഷം. ഇന്ന് അത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങള് അത്തത്തിന്റെ അന്ന് തന്നെയാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിന്റെ ഓണാഘോഷം നടക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്റ്റാഫുകളിലാണ്. അപ്പൊ എന്താ പറഞ്ഞാൽ ഈ അത്തം മുതൽ ഓണത്തിനൊക്കെ ഒരുപാട് ലീവുകൾ ഇങ്ങനെ വരും, ആൾക്കാർക്ക് വരും. അപ്പൊ എല്ലാരും കൂടി കൂട്ടിയിട്ട് ഞങ്ങളുടെ മാനേജ്മെന്റ് പറഞ്ഞിട്ടുള്ളത് തന്നെ എല്ലാവരും ഉണ്ടാവണം ഈ ഓണത്തിന്. അപ്പൊ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അത് എന്താണ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത്. പിന്നെ അതുമല്ല, കണ്ടപ്പോ നീ വന്നപ്പോ കണ്ടില്ലേ ഒരുപാട് ഇവിടെ പാത്രങ്ങൾ ഇതൊക്കെ. ഇത് എന്താണ് നമ്മൾ കാറ്ററിംഗ് ഒക്കെ ഉപയോഗിക്കുന്നതിനല്ല, നമ്മൾ ലൈവായിട്ട് ഇവിടെ കുക്ക് ചെയ്തിട്ടാണ് ഈ പ്രാവശ്യം എന്താ ചെയ്യുന്നത്. എല്ലാ പ്രാവശ്യവും ഇങ്ങനെ എന്താണ് മറ്റേ നമ്മൾ കാറ്ററിംഗ് ഏൽപ്പിക്കുന്ന ഒരു വിളമ്പി തരുന്നതല്ല. ഇവിടെ എല്ലാവരും ഇങ്ങനെ എന്താണ് മാനേജ്മെന്റിന്റെയും അഡ്മിനിസ്ട്രേഷന്റെ ഒക്കെ ആവശ്യം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തിട്ട് നമ്മളെല്ലാവരും കൂടി വിളമ്പണം. എന്നിട്ട് അത് ഭയങ്കര ആഘോഷമാക്കും. ഒരുമിച്ച് കൂടാം. ഇതായിരുന്നു ഞങ്ങളുടെ ഇത്. അതിന് ഞങ്ങൾ എല്ലാവരും കൂടി 5 പേരും കൂടിയിട്ടാണ് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് ഞങ്ങൾക്ക് കട്ട സപ്പോർട്ടിന് വേണ്ടി മാനേജ്മെന്റും അഡ്മിനിസ്ട്രേഷനും ഒക്കെ ഞങ്ങൾക്ക് ഒപ്പം നിന്ന്. അതാണ് ഞാനിവിടെ വന്നപ്പോൾ തന്നെ മനസ്സിലായത് ഇവരൊരു കുടുംബമാണ്. ആ ഒരു കുടുംബം ഇവിടെ വന്നപ്പോൾ തന്നെ ആ ഒരു ഫീലിംഗ് മനസ്സിലായി. എല്ലാവരോടും പെരുമാറുന്ന രീതികള്, എല്ലാവരും ഒരു സഹോദരി സഹോദരന്മാരെ പോലെ എല്ലാവരും അല്ലേ, ഭയങ്കര ഒരു. പിന്നല്ലേ ഇതിലിപ്പോ എല്ലാവരും എന്നുണ്ടെങ്കിൽ 10, 30, 35 വർഷം എടപ്പാൾ ഹോസ്പിറ്റലിലെ എന്താ പറയുക സ്റ്റാഫുകളാണ്. അത്രയും പഴക്കം ചെന്ന സ്റ്റാഫുകളാണ് ഉള്ളത്. മനസ്സിലായ? അപ്പൊ അത് കാരണം കൊണ്ട് തന്നെ എല്ലാരും നമ്മളെ അവരെ കുടുംബക്കാരും നമ്മൾ അവരൊക്കെ ആയിട്ട് ഭയങ്കര ബോണ്ടിങ് ആണ്. അപ്പൊ എല്ലാരും പരസ്പരം അറിയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്റെ കുടുംബക്കാരെയും കൂടുതൽ നമ്മളെ സ്റ്റാഫിനെ അറിയാം നമുക്ക് എല്ലാവർക്കും. തീർച്ചയായിട്ടും ഇവിടെ ഞങ്ങൾ വന്ന സമയം മുതൽ ഇവിടെ കുറെ കാര്യങ്ങളുണ്ടായിട്ട്, ഭക്ഷണം പാകം ചെയ്യുന്നത് മുതൽ പൂക്കള മത്സരത്തിന്റെ തുടക്കം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങൾ ഇടയിലിടയിൽ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് എടപ്പാൾ ഹോസ്പിറ്റലിന്റെ ഫാമിലിയെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാലോ? ചേട്ടാ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടാ. അത് മാനേജർ ആത്മൻ പള്ളിപ്പാടുണ്ട്, അദ്ദേഹം ബാക്കി പറയുന്നതായിരിക്കും. ഞാൻ എടപ്പാൾ ഹോസ്പിറ്റലിന്റെ ഗ്രൂപ്പ് മാനേജറാണ്. 10-30 വർഷമായിട്ട് എടപ്പാൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എടപ്പാൾ ഹോസ്പിറ്റലിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ മറ്റ് ആശുപത്രികളൊക്കെ വ്യത്യാസമായിട്ട് ശരിക്കും ഒരു കുടുംബമാണ് എടപ്പാൾ ഹോസ്പിറ്റൽ. Ni pa ba re ni sa sa ni pa ba ga ga sa sa ni sa
దని పని దని పని బగరే. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. പടയണിയും തെൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലകരിയിൽ അടിമുടിയുലയുകയായി. പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം. ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി, പുത്തിരയാടും ഗ്രാമവസന്തം തിരുമുടി അണിയുകയായി. മലയാള ചുണ്ടിൽ മലയാള ചുണ്ടിൽ മലരോണ പാട്ട് മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാവ് മലയാള ചുണ്ടിൽ. ഞങ്ങളുടെ CEO ആണ് ഡോക്ടർ ഗോവിന്ദനാണ്, ഹോസ്പിറ്റലിന്റെ CEO ആണ് ഗോകുൽ ഗോപിനാഥ്. നമസ്കാരം, എൻ്റെ പേര് ഗോകുൽ ഗോപിനാഥ്. നേരത്തെ ആത്മജൻ പറഞ്ഞ പോലെ ഒരു 1000-ത്തിലധികം പേര് ഉള്ള ഞങ്ങളുടെ ഒരു വലിയ ഫാമിലിയാണ്. എടപ്പാൾ ഹോസ്പിറ്റൽസും ഉണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾക്ക് തൃശ്ശൂർ ഒരു സ്ഥാപനമുണ്ട്, കൊച്ചിയിലൊരു സ്ഥാപനമുണ്ട്. ഇവിടെ എല്ലാ ഈ സ്ഥാപനങ്ങളിലും വിഷു ആകട്ടെ ഓണം ആകട്ടെ നമ്മുടെ വീടുകളിലെ പോലെ ഒരു കൂട്ടുകുടുംബം പോലെയാണ് ഞങ്ങളുടെ ആഘോഷം. അത് നിങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഫാമിലി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽസ് കൊണ്ടാടിയിട്ടുള്ളത് ഈ എടപ്പാൾ ഹോസ്പിറ്റൽസ് ഫാമിലിയുടെ കൂടെയാണ്. గోకుల పాల బాలగా గోపిక మరుడగాముగా ఉన్ని కన్నావాయం నున్ని కన్నావా పటముడుత్త వల్లభ కపట నాట్య సూత్రగా ఉన్ని కన్నావాయం నున్ని కన్నావా వెన్న
കണ്ണകട്ട കുറുമ്പനായി കലമുടച്ച കറുമ്പനായി കാലിക്കോലും കയ്യിൽ കൊണ്ടേ വാ ഓടത്തണ്ട ചുണ്ടിൽ ചേർത്തേ വാ കള്ളക്കണ്ണ ഇവരെല്ലാവരും അതിന്റെ ഇടയിൽ തിരക്കാണായിരുന്നു. കാരണം ഇവരെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടിക്കാൻ പോയിട്ടില്ല. എല്ലാവരും തിരക്കിലാണായിരുന്നു. ഓരോരുത്തർ വരുന്നത്, ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവരെ കറക്റ്റായിട്ട് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും തിരക്കിലാണായിരുന്നു. ഇപ്പോ ഞാൻ കാത്തിരുന്നിട്ടാണ് ഇവരെല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടില്ല. തന്നെ ഹരി വിളിച്ച കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒപ്പം നിന്ന് നോക്കുള്ളൂ. തിരക്കിലാണുള്ളത് സംഭവം. ഞാൻ അത്ര വിളിച്ചിട്ടാണ് ഇവരെല്ലാവരും അവിടെ തിരക്കിലാണായിരുന്നു. ഇനിയും പരിപാടികൾ കഴിഞ്ഞിട്ടില്ലല്ലേ? ഇല്ല, ഇനിയും പരിപാടികളിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. ഞങ്ങൾ ആ ഒരു തിരക്കുന്ന ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിന്നിട്ടുള്ളൂ. കാരണം ഈ ഒരു പ്രോഗ്രാം ഇങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. ഹരി നമ്മളെ എന്താണ് മറ്റേ കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടുത്താം. ഓ ആയിക്കോട്ടെ. സന്ദീപ് നിഖിൽ വേണു. ഞങ്ങൾ ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്തെങ്കിലും ഞങ്ങൾ ഇത് ചെയ്തത് വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്തത്. ഒരു ആഘോഷത്തിന്റെ ഒരു മൂഡിലാണ് ചെയ്തത്. ഒന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. എല്ലാം വളരെ നന്നായിട്ട്. അതാണ് ഈ എടപ്പാൾ ഹോസ്പിറ്റലിലെ എല്ലാ പരിപാടികൾക്കും ഉള്ള ഒരു പ്രത്യേകത. എല്ലാവരും വളരെ ത്രില്ലോട് കൂടിയിട്ട് അത് ഏറ്റെടുത്തിട്ട് ചെയ്യുന്നുള്ളതാണ്. പിന്നെ എന്റെ പേര് ജോഷി. ഹരി ഞങ്ങളെ എന്താണ് സ്ഥിരമായിട്ട് ഒരുപാട് എന്താണ് അസോസിയേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ ഞങ്ങൾ ഈ ഒരു പരിപാടി ഞങ്ങളെ എടപ്പാൾ ഹോസ്പിറ്റലിൽ ഒരു ആഘോഷവും അവന്റെ യൂട്യൂബിൽ വരണമെന്ന് വിചാരിച്ചിട്ട് അവനെ ഞാൻ നേരിട്ട് ഇൻവൈറ്റ് ചെയ്താണ്. അപ്പൊ എന്താണ് അവനത് ഒരു പുതിയ അനുഭവം ഉണ്ടാവും അല്ലെ ഹരിയെ? ഓക്കെ, മഹേഷിന് കൊടുക്കാം. ഞാൻ മഹേഷ്, ഹോസ്പിറ്റൽ പ്ലാൻ സൂപ്പർവൈസർ തന്നെയാണ്. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. സന്തോഷം. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എടപ്പാൾ കുടുംബത്തിലേക്കാണ് ഞാൻ പോകുന്നുള്ളത്, ഒരു ഹോസ്പിറ്റലല്ല ഒരിക്കലും. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. അതുവരേക്കും